ഗുഡ് മോർണിംഗ്. ഇന്ന് വയനാട്ടിലെ ഡേ 2 ആണ്. ഞാൻ എൻ്റെ ഫ്രഷനപ്പായി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇന്നത്തെ വ്ളോഗിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നലെ നമ്മൾ ഹോം ടൂർ ഫസ്റ്റ് പാർട്ട് ചെയ്തല്ലേ. ഇന്ന് നമ്മൾ ഹോം ടൂർ റിയലായിട്ട് ചെയ്യാൻ പോവാണ്. ശരിക്കുമുള്ള സെക്കൻഡ് പാർട്ട് ഓഫ് ഹോം ടൂർ വിച്ച് കൺസിസ്റ്റ് ഓഫ് ദി റൂംസ് ആൻഡ് ഇൻറ്റീരിയേഴ്സ്. അപ്പോൾ ഇന്നലത്തെ ദൃശ്യങ്ങൾ നമ്മൾ വൈകുന്നേരമല്ല എടുത്തത്. നമുക്ക് രാവിലത്തെ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിച്ചാലോ. ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. ഞാനിപ്പോൾ സിറ്റ് ഔട്ടിലിരുന്നുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. സോ ഇവിടെ 2 കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ആക്ച്വലി ഇവിടുത്തെ അപ്പച്ചൻ്റെ ഓടിക്കുന്ന കാറും അതേപോലെ തന്നെ ഇവിടുത്തെ മൂത്ത അച്ഛൻ ജിമോൻ ചാച്ചനൊക്കെ വാങ്ങിച്ചിട്ട് ഓടിച്ച കാറും ഒക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇന്നലെ ഇവിടെ മൂത്ത ജിമോൻ ചാച്ചൻ ഇന്നലെ കണ്ണൂർക്ക് തിരിച്ചു പോയി. ഭയങ്കര തിരക്കാണ് ആൾക്ക്. സ്കൂളൊക്കെ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രിൻസിപ്പളും കൂടി ആയതുകൊണ്ട് കണ്ണൂർ സ്കൂളിൽ അദ്ദേഹം ഭയങ്കര ബിസിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനൊക്കെ ഉണ്ട്. ഇതിനിടയിൽ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനെല്ലാം ഫുൾ ടൈം ഫോണിലായിരുന്നു അദ്ദേഹം ഇന്നലെ. ഞങ്ങളോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കുറവായിരുന്നു. എന്ന് വെച്ചാൽ മാക്സിമം നമ്മളോട് സംസാരിക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷേ സംസാരിക്കുമ്പോഴൊക്കെ ഫോണിലാണ് ശ്രദ്ധ. അങ്ങനെയുള്ള ഒരു തിരക്കിട്ട മനുഷ്യനായിരുന്നു. പക്ഷെ എന്തായാലും ജിമോൻ ചാച്ചൻ പോകാറായ സമയത്ത് ഇവിടെ എത്താൻ സാധിച്ചത് വലിയ കാര്യമായിട്ട് കരുതുന്നു. കാരണം ജിമോൻ ചാച്ചന് കുറച്ചെങ്കിലും വർത്തമാനം പറയാൻ പറ്റിയല്ലോ. നമ്മളുടെ മുഖത്തോട്ട് നോക്കി എപ്പോഴും വർത്തമാനം പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു. നമ്മളിപ്പോൾ വന്നതിന് ശേഷം കുറച്ച് സമയം കൂടെ ഉണ്ടായിട്ടാണ് പോയത്. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി അകത്തേക്കുള്ള വീഡിയോസ് കാണാം. നിങ്ങൾ അവിടെ കേൾക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് അപ്പച്ചൻ വെള്ളം കുടിക്കുന്ന സൗണ്ടാണ്. ഇതാണ് ഇവിടുത്തെ താറാമകൾ സൈഡിൽ. ഇതുണ്ട് ഈ സെറ്റപ്പ്. ഇത് അമ്മച്ചിയുടെ ആർട്ട് പീസാണ്. പണ്ട് ഇവിടെ ഉപയോഗിച്ചിരുന്ന റേഡിയോ. എനിക്ക് തോന്നി ഇത് അയ്യൂരിനടുത്താണോന്ന് ഡൗട്ട്. ബാത്റൂം ഇവിടെ ഒന്ന് കാണാൻ വരും. ഇതൊരു പഴയ അടുക്കുപുരയായിട്ട് കാണും. സ്റ്റോർ റൂം പോലെ കണ്ട. പഴയ ഡ്രസ്സസ് എല്ലാം ഇങ്ങനെ ക്ലോത്ത്സ് ഒക്കെ അടുക്കി